തിരുവനന്തപുരം ഈഞ്ചക്കൽ ജംഗ്ഷൻ സമീപം മുട്ടത്തറ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ബൈപ്പാസിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാത്രമേ എയർ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. ആ രീതിയിൽ 11.5 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വലിയ വീട് ഉൾപ്പെടെ വിൽപ്പനയ്ക്കുണ്ട്. ഈ വീട് വന്നിട്ട് 2 TC ആയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള റൂംസ് നമുക്ക് വെച്ചിരിക്കുന്നത് വെച്ച് 3 ഫാമിലിക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് നൽകാൻ സാധിക്കും. ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമുക്കിവിടെ ഒരു സ്ഥലത്തിൻ്റെ വിലയ്ക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മുട്ടത്തറ നമ്മുടെ കല്ലുമൂട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് മണക്കാട് പോകുന്ന റോഡ് ജസ്റ്റ് ഇങ്ങനെ കയറുമ്പം തന്നെ ഇടതുവശത്തായിട്ട് ഒരു ട്രാൻസ്ഫോമർ കാണും. അതിൻ്റെ അരികത്തൂടെ കാണുന്ന വഴി ആ റോഡ് ഇങ്ങനെ നേരെ വന്ന് കയറുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിതാ ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം. ഈസിലി നിങ്ങൾക്ക് കണ്ടെത്താം. നമുക്ക് ആ ബൈപ്പാസിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ബൈപ്പാസായി. ആ രീതിയിലാണ് ആക്സസ്. ശരിക്കും ബൈപ്പാസിനോട് വളരെ ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഒരു കെട്ടിടം പിറകിൽ വരുമ്പോഴത്തേക്കും ബൈപ്പാസാണ്. നമുക്കിവിടെ നിന്ന് എല്ലാ സൗകര്യങ്ങളിലേക്കും ഇപ്പോൾ എയർപോർട്ടായാലും ലുലു മാളായാലും ടെക്നോ പാർക്കായാലും ഇവിടെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഒത്തിരി അധികമാണ്. ആ രീതിയിലൊക്കെ ആക്സസ് വരുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. ഈ രീതിയിൽ ഒത്തിരിയധികം കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം എടുത്ത് നിങ്ങളൊരു കമേഴ്സ്യൽ കെട്ടിടമൊക്കെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വണ്ടി ആയാലും എല്ലാ വണ്ടികളും ഈ ഒരു സ്പേസിൽ നിൽക്കുന്നുണ്ട്. ഒരു 6 വണ്ടി വരെ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. വീട് വന്നിട്ട് 2005 നിർമ്മിച്ചതാണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. അധികമായിട്ടൊന്നും ആൾ താമസമില്ല. ഇപ്പോൾ ഇവരൊക്കെ പുറത്താണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആൾ താമസം വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ റെനോവേഷൻ വർക്കുകളും നമ്മുടെ ഒരു വർക്കുകൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീട് നല്ല കണ്ടീഷനിൽ തന്നെ ആക്കിയെടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ നല്ലതുപോലെ ചുറ്റുവട്ടമുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10ഓളം തെങ്ങ് ഇതിന് ചുറ്റുമായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയേ, എല്ലാത്തിലും കായ്ഫലം നൽകുന്ന രീതിയിൽ തെങ്ങ്, മാവ് ഇങ്ങനെയുള്ള മരങ്ങൾ നമുക്ക് വീടിന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും റോഡിനോട് അടുത്ത് കിടന്നിട്ടും ഈ മരങ്ങളൊക്കെ ചുറ്റുമുള്ളതുകൊണ്ട് നല്ലതുപോലെ ഒരു തണുപ്പ് നമുക്ക് ഈ കോമ്പൗണ്ടിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ വലിയൊരു വരാന്ത സ്പേസാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ പുള്ളിക്കാരൻ്റെ വൈഫ് ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഒരു കൺസൾട്ടേഷൻ റൂം കണക്കാണ് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു റൂമിലേക്ക് എൻട്രൻസ് വരും. അത് ഞാൻ അകത്തൂടെ കാണിച്ചു തരാം. ഇനി അതല്ലാണ്ട് നമ്മുടെ ഒരു മെയിൻ ഡോറെന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇവിടെ നിന്ന് കയറുമ്പോൾ വലിയൊരു ലിവിങ് ഏരിയയാണ്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരും. ഇവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസിൽ ഇതുപോലൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. മേളത്തേക്ക് സെപ്പറേറ്റ് TC ഉണ്ട്. ആ സൈഡിലൊരു ഡോറ് ഉണ്ടോ, വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കാണുന്ന ആ ഡോറ് വഴി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് കിച്ചൺ വരും. ഇതൊരു വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂം കാണാം. ഇങ്ങനെ ഒരു വലിയൊരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്താണ് നമ്മുടെ ബൈപ്പാസ്. ഈ ഒരു ഫ്ലോറിൽ ശരിക്കും പറഞ്ഞാൽ 3 ബെഡ്റൂംസ് ആണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ റൂമിന് ഇതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കബോർഡും സൗകര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള റൂം തന്നെയാണ്. നമുക്കിതിൻ്റെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിൽ ചെറിയ രീതിയിലുള്ളൊരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ ഡോർസിൻ്റെയൊക്കെ ലോക്കുകൾ ചിലതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. എന്നു വെച്ചാൽ ഉപയോഗിക്കാണ്ടിരുന്ന് ഒന്ന് സ്റ്റക്കായിരിക്കുന്ന കണക്ക് അങ്ങനെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെനോവേഷൻ വർക്ക് മാത്രമേ നമുക്ക് ഈ വീട്ടിൽ വരുന്നുള്ളൂ. ഇത് ശരിക്കും ഒരു ബെഡ്റൂമായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പുള്ളിക്കാരി കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ആ ഒരു റൂം യൂസ് ചെയ്ത് അതിനോട് ചേർന്നിട്ട് ഈ ഒരു സ്പേസ് ഉപയോഗിച്ചിരുന്നതാണ്. ഈ ഡോർ അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്താൽ ഇതൊരു കിച്ചണും ഇവിടെ ആയിട്ടൊരു ബെഡ്റൂമും അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം സ്പേസും ആ രീതിയിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 2 പേരോ 3 പേരോ അടങ്ങുന്ന ഫാമിലിക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പേസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കാം. ഇവിടെ കൂടെ എൻട്രൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 3 ഫാമിലീസിന് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഈ വാടകയ്ക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ്. കാരണം എയർപോർട്ട് തൊട്ടടുത്താണ്. അപ്പോൾ എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരിയധികം സ്റ്റാഫ് നമുക്ക് ഈ ചുറ്റുവട്ടങ്ങളിലാണ് വീടുകളിലൊക്കെ പേയിങ് ഗസ്റ്റായിട്ട്
വാടകയ്ക്കും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള റെൻ്റാണ് പലരും ചാർജ് ചെയ്യുന്നത്. അതായത് ഒരു തലയ്ക്ക് ഒരു പെർ ഹെഡ് ഇത്ര റേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് താമസിപ്പിക്കുന്നത്. ഈ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30-40 പേർക്കൊക്കെ താമസിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റി പോലെയാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്ന് നമ്മുടെ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോക്ക് ഒന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിന് നമുക്ക് തുറന്ന് കാണിക്കാനായിട്ട് ഇന്ന് നിർവാഹമില്ല. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂമുണ്ട്. വലിയ റൂം തന്നെയാണ്. ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡുണ്ട്. ബാത്ത് ടബോട് കൂടിയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം, മൂന്നാമത്തെ ബെഡ്റൂം. ഈ റൂമിൽ നമുക്ക് എന്തുപോലെ സ്ലാബ് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെ കിച്ചൺ ആക്കണമെങ്കിൽ കിച്ചൺ ആക്കിയിട്ട് ബാക്കിയുള്ള 2 റൂമും വെച്ച് നമുക്കിതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് വാടകയ്ക്ക് നൽകാൻ സാധിക്കും. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഇതുപോലെ ഫുള്ളായിട്ട് കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ള റൂമാണ്. നമുക്കിതിൻ്റെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു സ്പേസാണ് ഈ കാണുന്ന ബാൽക്കണി ഏരിയ. താഴെ ഫുള്ള് ടെറാക്കോട്ട ടൈൽസാണ് ഇട്ടിട്ടുള്ളത്. ഫുള്ളായിട്ട് ഗ്ലാസ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വല്ല മരപ്പട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അകത്തേക്ക് കയറത്തില്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകാൻ സാധിക്കും. ഈ രീതിയിലാണ് ബാൽക്കണി ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 2,60,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. അതായത് 11.4 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്കിവിടുത്തെ സ്ഥലത്തിൻ്റെ വില നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. പെർ സെൻറ്റ് 20-25 ലക്ഷം രൂപ ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ സ്ഥലവില മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്രയും വലിയൊരു വീട് ഉൾപ്പെടെ വാങ്ങിയെടുക്കാൻ സാധിക്കും. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതായിരിക്കും നിങ്ങൾ വാങ്ങിയിടുവാണെന്നുണ്ടെങ്കിലും നല്ലൊരു ലൊക്കേഷനാണ്. കാരണം ഇപ്പം നമ്മുടെ ഈഞ്ചക്കൽ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഈ മുട്ടത്തറ കഴിഞ്ഞ് അങ്ങോട്ടേക്കാണ്, വിഴിഞ്ഞം ഭാഗത്തേക്കാണ് പുതിയ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഏറ്റവും പുതിയ ഷോറൂമുകളും ഇപ്പോൾ കാർ ഷോറൂമുകളും ഇങ്ങനെയുള്ള സാധനം എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഈ കമ്പനീസും അല്ലെങ്കിൽ ഈ വലിയ ഷോറൂമുകളെല്ലാം ഇങ്ങോട്ടേക്ക് തുറക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ടേക്ക് അടുത്തൊരു റെസിഡൻഷ്യലിൻ്റെ ഒരു സ്പ്രോള്, ആൾക്കാർ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് കൂടുതലായിട്ട് വളരാൻ പോകുന്നത് ഈ ഈഞ്ചക്കൽ കഴിഞ്ഞ് അങ്ങോട്ടേക്കാണ്. കാരണം വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ ആ രീതിയിലൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റുന്ന ലൊക്കേഷനാണ്. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കോർപ്പറേഷൻ വാട്ടറും ഉണ്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കിണർ വെള്ളവും നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് മോട്ടറെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എല്ലാ ഭാഗങ്ങളിലേക്ക്, ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രമാണെങ്കിൽ 2.5 കിലോമീറ്ററേ ഉള്ളൂ. എയർപോർട്ട് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററേ ഉള്ളൂ. ഈഞ്ചക്കൽ ജംഗ്ഷൻ തൊട്ടടുത്താണ്, ഭീമാപ്പള്ളി തൊട്ടടുത്താണ്. ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ചുറ്റുവട്ടത്തായിട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് പെട്ടെന്ന് ബൈപ്പാസ് കയറി അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ലുലു മാൾ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. 7 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത്ര പെട്ടെന്ന് തന്നെ ലുലു മാൾ, ടെക്നോ പാർക്കിൻ്റെ ഫേസുകൾ അങ്ങോട്ടേക്കൊക്കെ എത്താൻ സാധിക്കും. ഇനി ഈ ചുറ്റുവട്ടത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. ഞാൻ താഴെ കാണിച്ചതുപോലെ ആ ഒരു റൂം കൺസൾട്ടേഷൻ റൂമാക്കിയൊക്കെ മാറ്റിയെടുക്കാം. ബാക്കി സ്പേസ് താമസിക്കാനായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ഈ വീടൊക്കെ ഇനി നമുക്കൊന്ന് റെനോവേറ്റ് ചെയ്ത് ഇന്നത്തെ മോഡേൺ രീതിയിലോട്ടൊക്കെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള സ്ട്രക്ചറുമാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 2,60,00,000 രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്.